കലഹിക്കാൻ ഒരുപാട് കാരണങ്ങൾ സതീശനുണ്ട് സുകുമാരൻ നായരോട്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മനസ്സോടുകൂടി തന്നെ കാണുന്നതിൽ അർത്ഥമുണ്ടോ? ഇത് ഒരു തരത്തിൽ എലിയും പൂച്ചയും കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സതീശനോട് ഭയങ്കരമായ വൈരാഗ്യമുള്ള ഒരാളൊന്നുമല്ല ജി സുകുമാരൻ നായർ. അങ്ങനെ സതീശൻ നശിച്ചു പോട്ടെ, സതീശനൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ടൈം പൂർത്തിയാക്കാതെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളെയല്ല. എന്ന് മാത്രമല്ല, കരുണാകരൻ മുഖ്യമന്ത്രിയായത് ഏത് കാലത്താണെന്ന് ഓർക്കണം. അതിനുശേഷം ഒരു മുന്നോക്ക സമുദായ അംഗം മുഖ്യമന്ത്രിയാവുന്ന ആദ്യത്തെ സന്ദർഭമാണ്. 3 പതിറ്റാണ്ടായി കോൺഗ്രസിലല്ല, മൊത്തത്തിൽ അങ്ങനെ ഒരാൾ വരുന്നത് 3 പതിറ്റാണ്ടായിട്ട് ആദ്യമാണ്. അപ്പോൾ മനസ്സുകൊണ്ട് ജി സുകുമാരൻ നായർ സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം അത് സുകുമാരൻ നായർ സതീശനോട് തന്നെ മുഖ്യമന്ത്രി ആവുന്ന ഇലക്ഷന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള ഈ വടംവലിയുടെ കാരണം എന്താ? ഈ വടംവലി കൊണ്ട് ആർക്കും ഗുണം? വടംവലിയുടെ സതീശന് മാത്രമാണ് ഗുണം. സതീശൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സെക്യുലർ ഇമേജാണ്. ആ സെക്യുലർ ഇമേജ് അദ്ദേഹത്തിന് തെളിയിക്കാൻ ആര് വേണം? സുകുമാരൻ നായർ അവിടെ വേണം. സുകുമാരൻ നായർ ഇങ്ങനെ പറയണം, സുകുമാരൻ സതീശനെ വഴക്ക് പറയണം, സുകുമാരൻ നായർ സതീശൻ മുഖ്യമന്ത്രി ആവരുതെന്ന് പറയണം, സുകുമാരൻ നായർ ഞാൻ അപ്പോയിന്റ് ചോദിച്ചപ്പോൾ തന്നില്ല എന്ന് പറയണം. അപ്പോഴാണ് സതീശന് വിലയുള്ളൂ. സതീശൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് അതാണ് കേരള രാഷ്ട്രീയത്തിൽ. ഇത് സമുദായ നേതാക്കൾക്ക് മുമ്പിൽ തലകുനിക്കാത്തയാണ്. അല്ലാതെ ഇവർ തമ്മിൽ എന്തെങ്കിലും കാര്യമായ ഈഗോ ക്ലാഷ് ഉണ്ടെന്നോ ഇവർ തമ്മിൽ എന്തോ വ്യക്തിപരാഗം ഉണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. 1. വി ഡി സതീശൻ പെരുന്നയിൽ ഒന്ന് തന്നെ കാണണം എന്ന് പറയാതെ പറയുകയാണ് എൻ എസ് സെക്രട്ടറി ചെയ്യുന്നത്, അല്ലേ? അദ്ദേഹം പറയുന്നില്ല, പക്ഷെ അദ്ദേഹം പറയുന്നത് മുഴുവൻ തന്നെ ഇവിടെ വന്ന് കാണണം. അത് നടക്കില്ല എന്നറിയാവുന്ന ആൾ കൂടിയാണ് സുകുമാരൻ നായർ. ഈ അവിടെ പോയി കാണാതെ ഇരിക്കുമ്പോൾ സതീശനുണ്ടാവുന്ന വില എന്താണ്? NSSന്റെ മുമ്പിൽ പോലും തലകുനിക്കാത്ത മുഖ്യമന്ത്രി എന്ന ഇമേജ് കിട്ടും. ഉമ്മൻചാണ്ടിയാണ് ചിലപ്പോൾ പോയി കാണും. ഉമ്മൻചാണ്ടി ആയിരുന്നു എങ്കിൽ ചിലപ്പോൾ NSS ആസ്ഥാനത്ത് പോയിട്ട് സുകുമാരനെ കണ്ടേനെ, പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടേനെ, മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കിയേനെ, 2 ദിവസം ഹെഡ്ലൈനിലൊക്കെ വന്നേനെ. സതീശൻ അത് ചെയ്യാതിരിക്കുമ്പോൾ സതീശൻ്റെ ഗുണം എന്താണ്? സതീശൻ്റെ പൊളിറ്റിക്കൽ മേഖല ഗുണമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർ തമ്മിൽ എന്തോ വലിയ വഴക്കോ കാണുവാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതേ ഇല്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയം, പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയം. ഞാൻ വിചാരിക്കില്ല കേട്ടോ, ഇപ്പോൾ എന്നോട് ഞാൻ ഒട്ടുമേ യോജിക്കുന്നില്ല. ഇതിപ്പോൾ സതീശന്റെ സെക്യുലർ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു സഹായം ഈ സുകുമാരൻ നായർ ചെയ്തു കൊടുക്കുമെന്നും അതിന് മാത്രമുള്ള ബുദ്ധിപരമായി നീങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങൾ കീ പോസ്റ്റിൽ വരുന്നത് ഇഷ്ടമുള്ള ആളാണ്. അതിന് സമുദായം എപ്പോഴും പ്രവർത്തിക്കണം, അങ്ങനെയാണല്ലോ. അവരുടെ സമുദായത്തിന് പരമാവധി പ്രധാനപ്പെട്ട പദവികൾ കിട്ടുക എന്നുള്ളതാണല്ലോ. പക്ഷെ അത് വരുതിയിൽ നിൽക്കണം. അല്ലെങ്കിൽ ശശി തരൂർ നായരൊക്കെ തന്നെ, പക്ഷേ ഡൽഹി നായരാണ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം ഡൽഹിയിലെ കരയോത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ കരയോണ്ട് അവർക്ക് ഞങ്ങളെ ഇഷ്ടമല്ല, ഞങ്ങളുടെ തലേക്കരം നോക്കുന്നവരാണ് അതെന്ന് പറഞ്ഞിട്ട് ഡൽഹി കരയോത്തെ ഇവർ അംഗീകരിക്കുന്നില്ല. ആ ഒരു നായന്മാരല്ലേ, പക്ഷെ അംഗീകരിക്കുന്നില്ല. അത് NSSന്റെ വരുതിയിൽ നിൽക്കണം. പെരുന്നയിൽ വന്ന് സാഷ്ടാംഗം പ്രണവിക്കണം, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ കൂടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ സതീശൻ മുഖ്യമന്ത്രി ആയാൽ അദ്ദേഹത്തിന് സത്യത്തിൽ അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള വിരോധമൊന്നുമില്ല. ശരിയാണ്, സതീശനുള്ളതിൻ്റെ പ്രശ്നം എന്താണ്? സതീശൻ നായരാണ്. പക്ഷെ സതീശൻ എന്ത് ചെയ്യുന്നില്ല? വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ പെരുന്ന സമാധി അതിന് ചുറ്റും വട്ടം കറങ്ങുന്നില്ല. രമേശ് ചെന്നിത്തല ഓക്കെ, അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല കീ പോസ്റ്റിൽ വരണമെന്ന് കഴിഞ്ഞതിന് മുമ്പത്താണ് അവർ ബഹളം വെക്കാൻ കാര്യം. അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം ഇതാണ്. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വിരോധമല്ല, വരുതിയിൽ നിൽക്കാത്ത ഒരു നായർ എന്ന പ്രശ്നം അദ്ദേഹത്തോടുണ്ട്. ആ ചുരുക്ക് തീർക്കാണ്, നിന്നാ തീർന്നു. വേറൊരു റിയാലിറ്റി കൂടി സതീശന് അറിയാം. അതായത് താക്കോൽ സ്ഥാനത്ത് ചെന്നിത്തല വരണം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി, ശരിയാണ്, പക്ഷെ മുഖ്യമന്ത്രി ആയിട്ടില്ല. യഥാർത്ഥ താക്കോൽ സ്ഥാനത്ത് അദ്ദേഹം വന്നിട്ടില്ല. തരൂരിനെ ഡൽഹി നായർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. തരൂർ അതിനുശേഷമുണ്ട്. അതിനുശേഷം അദ്ദേഹം MP ആയി തുടരുന്നുണ്ട്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലുണ്ട്. സുരേഷ് ഗോപി അതിനുശേഷം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ പെരുന്നയിൽ നിന്ന് ഒരു തിട്ടൂരം ഇറങ്ങി, അല്ലെങ്കിൽ ഒരു അധിക്ഷേപം ഇറങ്ങി എന്ന് കരുതി ഇവരുടെ ആരുടെയും രാഷ്ട്രീയമായി പോകില്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് സതീശൻ. NSSും അല്ലെങ്കിൽ ജി സുകുമാരൻ നായരും ഏറ്റുമുട്ടിയതുകൊണ്ട് സതീശന് പ്രത്യേകിച്ച് രാഷ്ട്രീയമായ കോട്ടമൊന്നും സംഭവിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം.